ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പപ്പിയും സത്യമോളെയും അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ് ശാലിനിയും വിഷ്ണുവും രോഹിതും ശ്യാമയും ശ്രീരഞ്ജിനിയും ഒക്കെ. ഇതേസമയം പപ്പിയും സത്യമോളുമാണെങ്കിൽ ശാലിനിയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു, അതും സുസ്മിതയുടെ സഹായത്താൽ. ശാലിനിയുടെ പടമാണ് എന്നറിയാതെയാണ് സുസ്മിത ഇതിന് കൂട്ടു നിൽക്കുന്നത്. വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുകയാണ് കുട്ടികൾ. എന്നാൽ സുസ്മിതയ്ക്ക് വല്ലാണ്ട് ബോറടിക്കുന്നു. എന്തായിരിക്കും ചിറ്റപ്പൻ ഈ കുട്ടികളെ ആ ചിത്രം വരച്ചിട്ട് കാണിക്കാതിരുന്നത്? എന്തായാലും ചിറ്റപ്പനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് സുസ്മിത മനസ്സിൽ വിചാരിക്കുകയും അങ്ങോട്ടേക്ക് മാറി നിന്ന് ചന്ദ്രബോസിനെ വിളിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചന്ദ്രബോസ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതുമില്ല. പടം ഏകദേശം വരച്ച് തീരാറായിരിക്കുന്നു. ശാലിനിയുടെ ഒരു രൂപമൊക്കെ വന്നു കഴിഞ്ഞു. ഗൂഗിൾ മാപ്പിലൂടെ കുട്ടികൾ പോയിരിക്കുന്ന സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനിടയിൽ പോലീസിനെ വിളിക്കുകയാണ് ശാലിനിയും. എൻ്റെ മോള് സത്യയുടെ കയ്യിൽ ഫോണുണ്ട്, അത് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുമോ എന്നു നോക്ക്, ഞാൻ നമ്പർ അയച്ചു തരാമെന്ന് ശാലിനി പോലീസിനോട് പറയുന്നു. അങ്ങനെ നമ്പർ അയച്ചു കൊടുക്കുകയാണ് ശാലിനി. ആ സമയം ശാലിനി സത്യ കള്ളം പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ച കാര്യം ഓർക്കുകയാണ്. സത്യ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടായിരുന്നോ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചത്? ഈശ്വര, അപ്പോൾ എല്ലാം മുൻകൂറായി പ്ലാൻ ചെയ്തിട്ടായിരിക്കും അല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരുത്തരുതേ എന്ന് വീണ്ടും ശാലിനി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. സുസ്മിത വീണ്ടും അവിടേക്ക് വരുന്നു. ഈ സമയം ചന്ദ്രബോസ് തിരിച്ച് സുസ്മിതയെ വിളിക്കുകയാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാതെ അല്പം മാറി നിൽക്കുകയാണ് സുസ്മിത. എന്താടി, നീ വിളിച്ചിരുന്നോ എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നു, വിളിച്ചിരുന്നു ചിറ്റപ്പ, ഞാനിവിടെ മീൻപാറ വരെ വന്നതാണ്, അപ്പോൾ ചിറ്റപ്പൻ്റെ കാര്യം ഓർത്തതാണ്. മീൻപാറയോ? അവിടെ എന്താ പരിപാടി എന്ന് ചന്ദ്രബോസ് ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു, ഹിൽ സ്റ്റേഷൻ അല്ലേ, ഫ്രണ്ട്സുമായിട്ട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചതാണ്, തിരിച്ചു പോകുമ്പോൾ ഒരു പണി കിട്ടി. അങ്ങനെ ഉണ്ടായ കാര്യം സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്. പപ്പിയെയും സത്യയും കണ്ട കാര്യവും അവര് വണ്ടിയിൽ കയറ്റി ആ ചിത്രകാരന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന കാര്യവും പടം വരയ്ക്കാൻ തുടങ്ങിയ കാര്യവും പറയുന്നു. ചന്ദ്രബോസ് ഇതെല്ലാം കേട്ടിട്ട് പറയുന്നു, വെയിറ്റ്, ശ്യാമയുടെ മകളുടെ പ്രായത്തിൽ ഒരു കുട്ടിയും എന്നല്ല നീ പറയുന്നത്? സുസ്മിത ചോദിക്കുന്നു, ചിറ്റപ്പൻ എങ്ങനെ? ചിറ്റപ്പൻ അറിയാതിരിക്കാൻ വഴിയില്ല. ഇവർ രണ്ടുപേരും കൂടി അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ചിറ്റപ്പനല്ലേ പടം കീറിക്കളഞ്ഞത്? കഷ്ടമുണ്ട് ചിറ്റപ്പ, രണ്ട് കൊച്ചു പിള്ളേര്. അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ കാണാതായിട്ട് അവളെ കണ്ടുപിടിക്കാൻ രേഖചിത്രം വരപ്പിക്കാനല്ലേ അവർ സ്റ്റേഷനിലേക്ക് വന്നത്? ആ പടം വാങ്ങിച്ച് കീറിക്കളയാം എന്ന് വിചാരിച്ചാൽ ചിറ്റപ്പൻ എന്ത് ദുഷ്ടനാണ്? ചന്ദ്രബോസ് പറയുന്നു, ശരി, ദുഷ്ടൻ, ഞാൻ പരമദുഷ്ടൻ തന്നെയാണ്. ആ കുട്ടികൾ മീൻപാറയിൽ വന്നിരിക്കുന്നത് രേഖാചിത്രം വരപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ? അതെ പൊന്നു ചിറ്റപ്പ, ഇതിലെങ്കിലും ഇടങ്കോലം വിടരുതേ. ആ കുട്ടികൾ കൂട്ടുകാരുടെ പടം വരച്ചിട്ട് പോയിക്കോട്ടെ എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്നു, ഞാൻ എന്ത് ഇടങ്കോലിടാൻ? നീ പറഞ്ഞില്ലേ ഞാൻ ആ കേസേ വിട്ടു, അതാ നല്ലത്. എങ്കിൽ പിന്നെ ഞാൻ ആ ഫോൺ വെച്ചോട്ടെ എന്ന് സുസ്മിത പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, വെക്കാൻ വരട്ടെ. എടി, ആ കുട്ടികൾ വരയ്ക്കുന്ന ആ കൂട്ടുകാരിയുടെ പടമില്ലേ, അത് വരച്ച് കഴിയാറായോ? ആ കൂട്ടുകാരിയുടെ പടം ഇതുവരെ കുട്ടികൾ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സുസ്മിത മറുപടി പറയുന്നുണ്ട്. മോൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. മോള് പോയി ഒരു കാര്യം ചെയ്യ്, ആ കുട്ടികൾ വരയ്ക്കുന്ന ആ കുട്ടിയുടെ ചിത്രം ഒതുക്കത്തിൽ പോയെന്ന് നോക്കടി. പിന്നെ മോളെ, അതിലെ ആ കൂട്ടുകാരുടെ പടം കെട്ടിട്ട് നീ ബോധം കെട്ട് വീഴുകയോ നിലവിളിക്കുകയോ ചെയ്യരുത്. വായിന് ഒരക്ഷരം പുറത്തേക്ക് വരരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ അടക്കി പിടിച്ച് നിൽക്കണം എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നു, ബോധം കെട്ട് വീഴാൻ കള്ളിയങ്കാട്ട് നീലിയൊന്നും ഇല്ലല്ലോ അവരുടെ കൂട്ടുകാരി. ഈ സമയം പടം വരച്ച് തീരാറായിരിക്കുന്നു. എന്തായാലും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ എന്നും പറയുകയാണ് സുസ്മിത. എന്തായാലും നീ പോയി കണ്ടു നോക്ക് ആ കൊച്ചു കുഞ്ഞിനെ എന്ന് ചന്ദ്രബോസ് വീണ്ടും പറയുമ്പോൾ ശാലിനി പറയുന്നു, ചിറ്റപ്പന്റെ ഈ വാക്കുകൾക്ക് എന്തൊരു പ്രത്യേകതയുണ്ടല്ലോ. അങ്ങനെ എന്നെ വിരട്ടാൻ സാധിക്കില്ല, ഞാൻ ഇത്തിരി മനോബലം കൂടുതലുള്ള കൂട്ടത്തിലാണ്. മനോബലം കൂടുതലുണ്ടെങ്കിലും സാരമില്ല, നീ ഫോൺ കട്ട് ചെയ്യാതെ കാതോട് ചേർത്ത് വെച്ചോളൂ, നിനക്കൊരു ബലമായിരിക്കും എന്ന് ചന്ദ്രബോസ് പറയുന്നു. അങ്ങനെ ആ പടം വരച്ച് തീരാറായിരിക്കുകയാണ്. സുസ്മിത ആ ചിത്രം കാണുന്നു. ആ ചിത്രം കണ്ട് സുസ്മിത ഞെട്ടി നിൽക്കുകയാണ്. ശാലിനിയുടെ ചിത്രമാണത്. ശാലിനി എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, അതെ ശാലിനി തന്നെ, നീ ആ പടത്തിന് മുന്നിൽ നിന്ന് താളം ചവിട്ടാതെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറി നിൽക്കുക, കാര്യം ഞാൻ പറഞ്ഞു തരാം. സുസ്മിത ഫോണുമായി അപ്പുറത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ചിറ്റപ്പ ഇതെങ്ങനെ? ചന്ദ്രബോസ് പറയുന്നു, എടി ഇത് ഇങ്ങനെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ ഈ പടം വാങ്ങിച്ച് കീറിക്കളഞ്ഞത്. ആ നരുന്നുകൾ അന്വേഷിച്ച് നടക്കുന്നത് ആരെയാണെന്നറിയോ? അവരുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കൊച്ചിനെയല്ല, ശാലിനിയാണ്. ശാലിനിയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് സുസ്മിത പറയുമ്പോൾ വീണ്ടും ചന്ദ്രബോസ് പറയുന്നു, എടി ആ ശ്യാമയുടെ കൊച്ചില്ലേ പപ്പി, അവളുടെ വലിയച്ഛൻ്റെ ഭാര്യയെ, അതായത് വിഷ്ണുവിൻ്റെ ഭാര്യയെ കണ്ടതായിട്ട് ഓർമ്മയില്ല. അവളാണെങ്കിൽ വിഷ്ണുവിനെയും അവളുടെ ചേച്ചിയമ്മയും ഒന്നിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള ശബ്ദത്തിലാണ്. എടി പപ്പിക്ക് ശാലിനിയെ കണ്ടെത്തണമെങ്കിൽ അവർക്ക് മുഖം പരിചയം വേണ്ടേ? അതിനുള്ള ഒരു ഫോട്ടോ പോലും ഇല്ല സത്യഭാമയുടെ വീട്ടിൽ. അതുകൊണ്ട് വിഷ്ണുവിന്റെ കയ്യിലുള്ള ശാലിനിയുടെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോയുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ. സുസ്മിത പറയുന്നു,
തന്റെ ചേച്ചിയമ്മ ശാലിനിയാണെന്ന് മനസ്സിലായാൽ വിഷ്ണുവിന് കാണിച്ചു കൊടുക്കില്ലേ ഈ ഫോട്ടോ? അപ്പോൾ ഭാമാന്റി പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ വിഷ്ണു ഏട്ടന്റെ മുന്നിൽ ശാലിനെ കൊണ്ട് നിർത്തില്ലേ? എന്നിട്ട് ഭാമാന്റിയുടെ സമ്മതത്തോടെ തന്നെ വിഷ്ണുവും ശാലിനിയും സുഖമായിട്ട് ജീവിക്കില്ലേ? അപ്പൊ നമ്മൾ മധുശ്രീയെ കൊണ്ട് വിഷ്ണു ഏട്ടന്റെ ജീവിതം കുത്തിക്കുളമാക്കാൻ തീരുമാനിച്ചതൊക്കെയോ? അതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് ചന്ദ്രബോസ് പറയുന്നു. ഇങ്ങനെ പറയാതെ നമ്മൾ ഓരോന്ന് ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് എന്ന് സുസ്മിത പറയുമ്പോൾ ബോസ് വീണ്ടും പറയുന്നു, നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തൊക്കെ നീ തൊലയ്ക്കൂലേ? ഞാൻ ആ കുട്ടികൾ കാണാതെ പടം വരച്ച് കീറി കളഞ്ഞതല്ലേ, പിന്നെ നീ ആ കുട്ടികളെ പൊക്കിയെടുത്ത് മീൻപാറയിൽ കൊണ്ടുപോയി ശാലിനിയുടെ പടം വരച്ച് കൊടുപ്പിക്കുന്നു. സുസ്മിത പറയുന്നു, അബദ്ധം പറ്റിപ്പോയി. ഇതുവരെ കുട്ടികൾ ആ ശാലിനിയുടെ പടം കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ഇനി ഇതുവരെ പണി അറിഞ്ഞൂടെങ്കിൽ കെട്ടിത്തൂങ്ങി ചാകടി എന്ന് സുസ്മിതയെ വഴക്ക് പറയുകയാണ് ബോസ്. എന്നിട്ട് ഫോണും വെച്ചു. ചിറ്റപ്പൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് സുസ്മിത. പെട്ടെന്ന് സുസ്മിത അങ്ങോട്ടേക്ക് പോകുന്നു. വീണ്ടും ചിത്രത്തിനടുത്തേക്ക് വന്നിരിക്കുകയാണ് സുസ്മിത. എന്നിട്ട് ഒരു പതർച്ചയോടെ ഇങ്ങനെ നിൽക്കുന്നു. കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞു എന്ന് ചന്ദ്രബോസ് ചിത്രകാരൻ പറയുന്നുണ്ട്. കഴിഞ്ഞു അങ്കിൾ എന്ന് പറഞ്ഞ് ചാടി എണീക്കാണ് പപ്പി. പെട്ടെന്ന് സുസ്മിത പപ്പിയുടെ അരികിലേക്ക് പോയിട്ട് പറയുന്നു, കഴിഞ്ഞില്ല, നിങ്ങൾ അവിടെ ഇരിക്കെ. അപ്പോഴേക്കും ചിത്രകാരനെ ഒരു ഫോൺ വന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നു. സുസ്മിത ആ പടം എടുക്കുകയാണ്. എന്നിട്ട് അത് ചുരുട്ടുന്നു. അത് ചുരുട്ടിയെടുത്ത് കയ്യിൽ വെക്കുന്നു. കഴിഞ്ഞില്ല ആന്റി എന്ന് സത്യ ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു, കഴിഞ്ഞു, നമുക്ക് പെട്ടെന്ന് പോകണം. പടം എടുത്തോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു, എടുത്തങ്ങളെ ഏതാണ്ട് കംപ്ലീറ്റ് ആയില്ലേ? ഞങ്ങൾക്കിനി ഒരുപാട് ദൂരം ഓടിയെത്താനുള്ളതാണ്. സ്കൂളിന് ചാടിപ്പോയ പിള്ളേരല്ലേ അച്ഛനമ്മമാരൊക്കെ അന്വേഷിച്ച് വലയുന്നുണ്ടാകും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്ങളെ? പണം ഞാൻ ഫോണിലേക്ക് അയക്കാം, ആ നമ്പറൊന്ന് തന്നിരുന്നെങ്കിൽ. ഇരിക്കട്ടെ അദ്ദേഹം പറയുന്നു, അത് വേണ്ട മോളെ, ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയല്ലേ, അതൊന്നും വേണ്ടെന്നേ. വളരെ ഉപകാരം അങ്കിൾ എന്നെ സുസ്മിത പറയുന്നുണ്ട്. ഈ സമയം പപ്പി സുസ്മിതയോട് പറയുന്നു, ആന്റി ആ പടം ഒന്ന് കാണിച്ചേ. ആ പടമൊന്നും കാണാൻ സമയമായില്ല, ഇനി ഇന്നാലേ ഇരുട്ടാവും, വലിയ ബുദ്ധിമുട്ടാകും പോകാൻ. നമുക്ക് പടമൊക്കെ കാറിലിരുന്ന് വിശാലമായി കാണുമെന്ന് സുസ്മിത. നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണമെങ്കിൽ വനത്തിലൂടെയുള്ള വഴി പിടിച്ചാൽ മതി, ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞു കൊടുക്കാണ്. ഇവിടുന്ന് നേരെ പോയിട്ട് ആദ്യം ഇടത്തോട്ടുള്ള വഴി തിരിഞ്ഞാൽ മതി എന്നൊക്കെ വഴി പറഞ്ഞു കൊടുക്കുന്നു. താങ്ക്സ് അങ്കിളെ എന്ന് സുസ്മിത. വാ വേഗം വാ എന്ന് പറഞ്ഞ് കുട്ടികളെയും കൊണ്ട് പോവുകയാണ് സുസ്മിത. രണ്ടുപേരെയും കാറിലേക്ക് കയറ്റി സുസ്മിതയും കയറിയിരിക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയി. സുസ്മിതയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയാണ് അദ്ദേഹം, എന്ത് നല്ല കുട്ടിയാണ് എന്നൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ശാലിനി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് സത്യയുടെ ഫോണിലേക്ക്. എന്നാൽ ഇത്രയും നേരമായിട്ടും ആ ഫോൺ ഓൺ ആക്കിയിട്ടില്ല, സ്വിച്ച് ഓഫ് ആണ്. അത് നമ്മളെ കാണിക്കുന്നില്ലല്ലോ എന്ന് പപ്പി സത്യയോട് ചോദിക്കുന്നു. വെയിറ്റ് ചെയ്യാമെന്ന് സത്യയും പറയുന്നുണ്ട്. ഫോൺ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് കോൺസ്റ്റബിൾ SIയോട് ചോദിക്കുന്നുണ്ട്. എവിടുന്ന്? ഫോൺ ഓണായാൽ ദേവിടെ പച്ച ലൈറ്റ് കത്തുമെന്നൊക്കെ പറയുകയാണ് അദ്ദേഹം. സത്യയുടെ സമയം എന്തായെന്ന് പപ്പി ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് സത്യ പറയുന്നു. സ്കൂൾ വിടുന്നതിന് മുമ്പ് നമ്മൾ എത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ എത്തുമായിരിക്കുമെന്ന് പറയുന്നു. സത്യയുടെ ഫോൺ ഓണാക്കിയാൽ സമയം അറിയാലോ എന്ന് പപ്പിയും ചോദിക്കുന്നു. അപ്പോൾ ഈ ആന്റി പറഞ്ഞതുപോലെ നമ്മൾ എവിടെയാണെന്ന് അറിയില്ലേ എന്ന് സത്യ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു, അതിന് നമ്മൾ സ്കൂളിൽ നിന്ന് പോയ കാര്യം അവിടെ ആർക്കും അറിയില്ലല്ലോ, ആരും നമ്മളെ അന്വേഷിക്കാൻ പോകുന്നില്ല, ധൈര്യമായിട്ട് ഓണാക്കിക്കോ എന്ന് പപ്പി. ഓണാക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് സത്യ ഫോൺ ഓണാക്കാൻ പോകുന്നു. ഈ സമയം SIക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. പിള്ളേരുടെ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരുന്ന രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ മറ്റൊരാൾ മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ സത്യ ഫോൺ ഓണാക്കുന്നുണ്ട്. സമയം നോക്കി, സമയം 4 മണിയായിരിക്കുന്നു. സ്കൂൾ വിട്ട് കാണുമല്ലോ എന്ന് സത്യ. ഫോൺ ഓണായ കാര്യം ഇപ്പുറത്തിരുന്ന ആ കോൺസ്റ്റബിൾ അറിയുന്നതുമില്ല. പപ്പിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് സത്യയുടെ ഫോൺ. ഇപ്പോൾ പപ്പി ഷോർട്ട് കട്ട് വഴി പോകുന്നുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് എത്തുമായിരിക്കും എന്നൊക്കെ സത്യ പറയുന്നു. സ്കൂളിൽ നിന്ന് ചാടിപ്പോയ വിവരം സത്യാമ്മ അറിഞ്ഞാൽ എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ എന്ന് പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു, എന്തായാലും നമ്മൾ വന്ന കാര്യം നടന്നല്ലോ. വീണ്ടും പപ്പി പറയുന്നു, എന്തായാലും നമ്മൾ പടം കണ്ടില്ലല്ലോ. സത്യ സുസ്മിതയോട് പറയുന്നു, ആന്റി ആ പടം ഒന്ന് കാണിച്ചേ. ആന്റിയുടെ കയ്യിലിരിക്കുന്ന പടം അത് നമുക്ക് വീട്ടിൽ ചെന്നാൽ കാണാം എന്ന് സുസ്മിത പറയുമ്പോൾ, വീട്ടിലോ? ആരുടെ വീട്ടിൽ എന്ന് സത്യ. ഞാൻ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്കൂളിൽ, അപ്പോൾ കാണിച്ചു തരാമെന്ന് സുസ്മിത പറയുന്നു. പറ്റില്ല, കാറിൽ പോകുമ്പോൾ കാണിച്ചു തരാമെന്നല്ലേ ആന്റി പറഞ്ഞത് എന്ന് സത്യ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നുണ്ട്, കാണിച്ചു തരില്ലെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ, കാണിച്ചു തരാം, നിങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നിടത്ത്. അതെന്താ ഇപ്പോൾ കാണിച്ചാൽ എന്ന് വീണ്ടും പപ്പി ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു, ആഹാ കൊള്ളാലോ, രണ്ടും കൂടി എന്നെ തലകൊയ്യാൻ ഇറങ്ങിയിരിക്കുകയാണോ? ദേ പിള്ളേരെ, എനിക്കൊരു കാര്യവും ഉള്ളതല്ല. വഴിയിൽ തെണ്ടി തിരിഞ്ഞ് നിങ്ങളെ എൻ്റെ കാറിൽ കയറ്റി കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത ഏതോ ഒരു അലവലാദിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിങ്ങൾ പറഞ്ഞ പടവോ തേങ്ങയൊക്കെയോ വരച്ച് വാങ്ങി. എന്നിട്ട് നിങ്ങളെ ഇനി സുരക്ഷിതമായി നാട്ടിൽ തിരികെ എത്തിക്കണം, അതും എൻ്റെ കാറിൽ ഞാൻ പെട്രോൾ അടിച്ചിട്ട്. എന്നിട്ട് എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ വരരുതേ എനിക്ക് പറഞ്ഞ് സുസ്മിത അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു, അത് ഏറ്റെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. സത്യ വീണ്ടും പറയുന്നു, ആന്റി എന്ത് പറഞ്ഞാലും ആ പടം കാണിച്ചേ പറ്റൂ. അതെ ആന്റി, ആ പടം വരച്ച് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് പപ്പിയും പറയുന്നു.
സുസ്മിത ഇത് കേട്ട് ദേഷ്യത്തോടെ സുസ്മിത രണ്ടുപേരെയും ദേഷ്യത്തോടെ ഒന്ന് നോക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.